കോൺഗ്രസ് പാർട്ടിയുടെ നയമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞതെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. വർഗീയതയ്ക്കെതിരെ പോരാട്ടം ആവശ്യമാണെന്നും എല്ലാ മതസംഘടനകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യമെന്നും ചെന്നിത്തല പറഞ്ഞു. NSS, SNDP ജനറൽ സെക്രട്ടറിമാർ വി.ഡി. സതീശനെ വിമർശിച്ചതിനോട് ആലുവയിൽ വെച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSSന്റെ SNDPയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പാരമ്പര്യത്തോടെ SNDPയും ശ്രീ സമുദായ ആചാര്യ മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യത്തോടെ NSSും ഒക്കെ കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ ജീവിതത്തിലും ആരോഗ്യ മേഖലയിലുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അവരൊന്നിക്കുന്നതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം? അല്ല, അവർ യോജിക്കുന്നത് നല്ലതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അവര് യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ ഞാൻ പറഞ്ഞേ. അല്ല, അത് അവരോട് ചോദിക്കണം. അതിനിപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നിലപാട് എന്നും വളരെ വ്യക്തമാണ്. ഞാൻ എന്നും മതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ചരിത്രം അതാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം എന്താണ്? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ഭീതി, ദുരന്തം, അതിൽ നിന്നെല്ലാം കേരളത്തെ മോചിപ്പിക്കുക. ഇന്ന് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ CPM നടത്തുന്ന, മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടിയുമായിട്ട് തന്നെ ജനങ്ങൾ മുന്നോട്ട് പോകും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്.